5 അല്ല 8 ദിവസമായി. 5 MLA ഒരിക്കലുമല്ല. രാഹുലിനെ അല്ല വേട്ടയാടാൻ പോകുന്നത്, ഷാഫി പറമ്പിലാണ്. അങ്ങനെ ഷാഫി എന്ത് തെറ്റിയിട്ട് രാഹുലിൽ ചാരി ഷാഫിയിലേക്കാണ് അവരുടെ ടാർഗറ്റ് എന്നാണ് പല രാഷ്ട്രീയക്കാരും പറയുന്നത്. നമ്മളോട് സംസാരിക്കുന്നത് എന്നോടാരോ പറഞ്ഞത് എനിക്കറിയില്ല. ഞാനൊരു ഈ വകുപ്പ് കൈകാര്യം ചെയ്ത ഒരാളായതുകൊണ്ട് ഒരു അന്വേഷണം നടക്കുമ്പോൾ അത് ഇന്ന രീതിയിൽ അന്വേഷിക്കണമെന്ന് പറയുന്നത് ശരിയല്ല. ഞാൻ അതുകൊണ്ടാണല്ലോ എന്റെ സംശയങ്ങൾ, എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ഞാൻ ആ അന്വേഷണ സംഘത്തിന് കൊടുക്കുക. ശരിയാണോ തെറ്റാണോ എന്ന് അവർ കണ്ടെത്തട്ടെ. അല്ലാതെ നമ്മൾ ഇന്നാളെ അറസ്റ്റ് ചെയ്യണം അല്ലെ ഇന്നാളെ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പറയുന്നത്, എന്നെപ്പോഴൊരാൾ പറയുന്നത് ശരിയല്ല. അന്വേഷിക്കട്ടെ. അന്വേഷിക്കാത്ത ആരെല്ലാം കുറ്റക്കാരുണ്ടെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞ ആളുകളുണ്ടെങ്കിൽ അവരുടെ പേര് നടപടി എടുക്കട്ടെ. ഏത് കാര്യത്തില? ഇല്ല, എനിക്കറിയില്ല. പത്മകുമാർ ദൈവതുല്യനായ ഒരാളാണെന്ന് പറഞ്ഞു. ഇനി അതാരാന്ന് കണ്ടുപിടിക്കാം. അല്ല, അത് പാർട്ടി ഒരാളെ സസ്പെൻഡ് ചെയ്താൽ എടുക്കുന്ന നടപടിക്രമമാണ്. അപ്പൊ അയാളുടെ പ്രവർത്തനങ്ങൾ പിന്നീട് വിലയിരുത്തും. അതിനുശേഷം പാർട്ടി സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അത് ആളുടെ കാര്യത്തിലാണെങ്കിൽ മാത്രമേ തിരിച്ചെടുക്കൂ. അതിന് ചില പ്രൊസീജിയറുണ്ട് പാർട്ടി. ഒരു MLA സസ്പെൻഡ് ചെയ്യാൻ KPCCക്ക് അറിയത്തില്ല. MLA MP സസ്പെൻഡ് ചെയ്യണമെങ്കിൽ AICCയുടെ അനുവാദത്തോടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ട് AICC റാറ്റിഫിക്കേഷൻ ആണ്. 2 തരത്തിൽ ചെയ്യാം. നമ്മൾ ഒരാളിനെ പെട്ടെന്ന് ഒരു MLA സസ്പെൻഡ് ചെയ്യും, പക്ഷെ പിന്നീട് അത് AICC റാറ്റിഫൈ ചെയ്യണം. പിന്നീട് അയാളെ തിരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അയാളുടെ അപേക്ഷ മൂലം വന്നാൽ പാർട്ടി അതിനായിട്ട് അച്ചടക്ക സമിതിയുണ്ട്. അച്ചടക്ക സമിതിയിൽ വെക്കും. സമിതി പരിശോധിച്ചിട്ടാണ് പിന്നീട്